ജില്ലയിലെ ജലാശയങ്ങൾ ശുചീകരിക്കാൻ പുതിയ പ്രവർത്തനങ്ങളുമായി സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥികളും രംഗത്ത്. കോഴിക്കോട് കോർപ്പറേഷൻ, റൈസിംഗ് കേരള 2016, NSS, DHSC തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സരോവരം ബയോപാർക്കിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ, റൈസിംഗ് കേരള 2016, NSS, DHSC തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ജില്ലയിലെ ജലാശയ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഉപയോഗശൂന്യമായ ജലാശയങ്ങൾ കണ്ടെത്തി കുടിവെള്ള യോഗ്യമാക്കാനാണ് പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സരോവരം ബയോപാർക്കിൽ നടന്ന ചടങ്ങിൽ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി നടന്ന ജലാശയ ശുചീകരണ പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NSSന്റെ ഏറ്റവും നല്ല മാതൃകാ പ്രവർത്തനമാണ് ഇതെന്നും പുതുതലമുറയുടെ പങ്കാളിത്തമാണ് ഇത്തരം പദ്ധതികളുടെ വിജയമെന്നും മേയർ പറഞ്ഞു. ഒരു പുതിയ കേരളം നമുക്ക് കെട്ടിപ്പടുക്കാൻ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ സാധിക്കും. അതിനുള്ള വലിയൊരു പരിശ്രമമായിരിക്കണം. പരിസരം അറിയാതെ ഒരിക്കലും നമ്മൾ പോകാൻ വേണ്ടി പാടില്ല. നമ്മൾ സൃഷ്ടിക്കുന്നതായ ഈ വൃത്തികേടുകൾ മുഴുവൻ നമ്മൾ തന്നെ എന്നിട്ട് വിലപിക്കുകയും ചെയ്യും. കാരണം എവിടെ പോയാലും നിങ്ങളെ എന്താ ചോദിക്കുക, കോഴിക്കോട് എവിടെയാ സ്ഥലം എവിടെയാന്ന് ചോദിക്കില്ലേ? എവിടെ പോയാലും ചോദിക്കും. കോഴിക്കോടാന്ന് പറയുമ്പോൾ മറ്റവരുടെ മനസ്സിലുണ്ടാവും. ഒരു നല്ല സ്ഥലത്തുള്ള കൊടുത്താകുമ്പം നമുക്ക് അഭിമാനമാണ്. നമുക്കത് പറയാൻ തീരെ മോശമായതാണെങ്കിൽ അതും നമുക്ക് വിഷമമാണ്. ചടങ്ങിൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുരാജ് അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ 22 സ്കൂളുകളിൽ നിന്നായി 250ഓളം വിദ്യാർത്ഥികളാണ് സരോവരം ബയോപാർക്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. റൈസിംഗ് കേരള 2016 പദ്ധതിയുടെ ഭാഗമായും നിരവധി ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലയിലുടനീളം നടന്നു. വെസ്റ്റ് ഹിൽ ബീച്ച്, ലയൺസ് ക്ലബ്ബ് പരിസരം തുടങ്ങിയവയെല്ലാം ഇതിനോടകം തന്നെ വൃത്തിയാക്കി കഴിഞ്ഞു. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ബീച്ച് പരിസരങ്ങളെ കേന്ദ്രീകരിച്ചും ശുചീകരണ യജ്ഞങ്ങൾ നടന്നു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ജലാശയങ്ങളെ സംരക്ഷിക്കാനാണ് മുൻഗണന നൽകുന്നത്. സരോവരം ബയോപാർക്കിൽ നടന്ന ചടങ്ങിൽ റൈസിംഗ് കേരള ജനറൽ കൺവീനർ VKC നൌഷാദ്, പോൾ വർഗീസ്, KK സന്തോഷ്, കുഞ്ഞി മൊയ്തീൻ, KSSIA വൈസ് പ്രസിഡന്റ് AV സുനിൽനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.